വളരെ സന്തോഷകരമായൊരു സന്ദർഭമാണിതെന്ന് പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ട് കൽപ്പിക്കുകയുണ്ടായല്ലോ. ഞാനും അതേ അഭിപ്രായക്കാരനാണ്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു ശ്രേഷ്ഠമായ കാര്യം ചെയ്യുന്നതിൽ ഞാനും നിങ്ങളെ എല്ലാവരെയും അനുമോദിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഇന്ന് അവാർഡ് ലഭിക്കുന്ന കെ ഫിലിപ്പ് റമ്പാച്ചൻ്റെ കുടുംബം നമ്മുടെ തുമ്പോൺ ഭദ്രാസനത്തിലായിരുന്നു. ഇപ്പോൾ നിലയ്ക്കൽ ഭദ്രാസനത്തിലാണ്. വയലത്തല കരിമ്പനേത്ത് കുടുംബം വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബമാണെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. മാതാപിതാക്കളെ അതുപോലെ നേരിട്ട് പരിചയമുണ്ട്. അവർ വളരെയേറെ പ്രാർത്ഥനാ ജീവിതത്തോടുകൂടെ സഭാജീവിതം കഴിച്ചവരാണെന്നുള്ളത് വളരെ നന്ദിപൂർവ്വം ഞാൻ ഈ സ്മരിക്കുന്നു. അവരുടെ പ്രാർത്ഥനയാണ് ഈ റമ്പാച്ചനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അഭിമന്യ ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ഉസ്താദ്യോസിനുമേനി സഭയിലെ സുവിശേഷ വീരനായി പ്രവർത്തിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ വൈദ്യസെമിനാരി പഠിപ്പിച്ച കാലം മുതൽ അതിനു മുമ്പ് തന്നെ സേവനത്തിൻ്റെ ഒരു ആൾരൂപമായിരുന്നു എന്നുള്ള സംശയമില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടങ്കയും വലങ്കയുമായിരുന്നു ബഹുമാനപ്പെട്ട PM തോമസ്. അദ്ദേഹം ഈ ലോകവാസം വിട്ടുപോയി. ഇപ്പോഴേ ഒരു കൈയായിട്ട് പ്രവർത്തിച്ചിരുന്ന ഫിലിപ്പ് റമ്പാച്ചനാണ് ശേഷിക്കുന്നത്. അഭിമന്യ തിരുമേനിയും കടന്നുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് ഫിലിപ്പ് റമ്പാച്ചനാണെന്ന് പറയുന്നതിന് സംശയമില്ല. അതിൻ്റെ ഇളം തലമുറയാണ് പ്രിയപ്പെട്ട ജോഷുവ സിൽവാനോസ് റമ്പാച്ചൻ. പുതുപ്പാടിയിലെ അംഗമായി അതിൻ്റെ സുപ്പീരിയറായി റമ്പാച്ചൻ പ്രവർത്തിക്കുമ്പോൾ എത്രയേറെ സേവനമാണ് ഒരു കഴിഞ്ഞ 60 വർഷമായിട്ട് നടത്തിയെന്നുള്ളത് എല്ലാവർക്കും അറിയത്തില്ല. നമ്മൾ അറിയേണ്ട ഒരു ചരിത്രമാണ് പുതുപ്പാടി ആശ്രമത്തിൻ്റേത്. മണമേൽ കുടുംബക്കാർ കൊടുത്ത ഒരു സ്ഥലമാണ്. ആദ്യം 25 ഏക്കറാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം അവർ സമ്പാദിച്ച സ്ഥലമുണ്ട്. ഇപ്പോഴേ സഭയ്ക്ക് വലിയതായി അഭിമാനിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. അതിനോടനുബന്ധ സ്ഥാപനങ്ങൾ ഭാരതം മുഴുവനുണ്ട്. ആൻഡമാൻസിൽ തുടങ്ങാൻ പോകുന്നു. ഇങ്ങനെ ഒരു സേവന പരമ്പര സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ സൃഷ്ടിച്ച അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുന്നു. അതിൽ മുഖ്യനാണ് അഭിമന്യ ഫിലിപ്പ് റമ്പാച്ചൻ. അദ്ദേഹം ഇപ്പോഴല്പം ആരോഗ്യക്കുറവുണ്ടെങ്കിലും ഇപ്പോഴും പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചതുപോലെ ഈ ഭാരതം മുഴുവനും അതിന് പുറത്തും ഓടി നടക്കുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ആദരിക്കുന്നതിൽ ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തകരും, വികാരി ഉൾപ്പെടെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇങ്ങനെ ഒരാളിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു മാതൃകയാണ്. അത് ഈ ഇടവക പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനൊരു ശുഭലക്ഷണം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് 1-2 ആശയങ്ങൾ പറയുവാൻ, അത് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട റമ്പാച്ചനും സിൽവാനോസ് റമ്പാച്ചനും പ്രിയപ്പെട്ട ഷമ്മാശനും എൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇവിടെ സ്വാഗത പ്രസംഗൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഭദ്രാസനിലെ ആതുര സ്ഥാപനങ്ങൾക്ക് അരി കൊടുത്തു തുടങ്ങിയത് ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും വർദ്ധിച്ച് ഏവർക്കും പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 വർഷം മുമ്പ് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നിങ്ങൾ വെച്ചൂച്ചറ വന്ന് അരിയും പണവും സാധനങ്ങളും കൊടുത്തതിൽ പിന്നീട് ഇതുവരെയും അരി തീർന്നിട്ടില്ല എന്നുള്ള ഇന്ന് രാവിലെയും എനിക്ക് അറിവ് കിട്ടി. അത് സന്തോഷമാണ്. അത് മാത്രമല്ല, വേറെ പള്ളികളിലൂടെ തരാൻ തുടങ്ങി. അപ്പോഴതിൻ്റെ ഇരട്ടിയായി അതിൻ്റെ ഫലമെന്നുള്ള സംശയം. ഒന്ന് പൊന്നമ്പിപ്പള്ളി, അവിടെയും ഗിവറീസ് അതായത് പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. മൈലപ്ര പള്ളി, ഈ പള്ളികളെല്ലാം അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മുടെ ആതുര സ്ഥാപനങ്ങൾ ഒന്നും നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല. അതൊരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഈ കൊടുക്കുന്നത് നിർത്താതിരിക്കുക, തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ആശയം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എനിക്ക് ഈ ഇടവകയോടൊരു അപേക്ഷയും ഒരു നിർദ്ദേശവുമാണുള്ളത്. ഒത്തിരിയേറെ പെരുന്നാൾ പാരമ്പര്യങ്ങളിൽ ഒത്തിരി വർഷത്തെ പെരുന്നാളിൻ്റെ പാരമ്പര്യമുള്ള പള്ളിയാണ്. പണം ഒരുപാട് ധൂർത്തടിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നോടല്പം അതിന് വിശദീകരണമൊക്കെ തന്നിരിക്കും. അത് നിങ്ങൾ ന്യായീകരിക്കുകയാണ്. പക്ഷേ അതൊരു സത്യമാണ്. ഇങ്ങനെ ധൂർത്തടിക്കാതെ ഈ ദേശത്തിനും ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും ചെയ്യാവുന്ന ഒത്തിരിയേറെ പ്രോജക്ട്സ് ഉണ്ട്. ഈ പ്രോജക്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഏറ്റെടുക്കുവാൻ
ഇന്ന് നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ നിങ്ങൾക്കതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയട്ടെ. ഞാൻ വെച്ചുച്ചറ മേഴ്സി ഹോം തുടങ്ങി ഞാൻ അച്ഛനായിരുന്നപ്പോഴാണ്. എനിക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പെൻഷനായ ശേഷം അല്പം സ്വസ്ഥമായിട്ട് താമസിക്കാനൊരു സ്ഥലം വേണം. 30 സെൻറ്റ് സ്ഥലമാണ് അന്ന് വാങ്ങിച്ചത്. അത് 7,500 രൂപയ്ക്ക് ഞാനത് വാങ്ങിച്ചു. എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത്ഭുതങ്ങളാണ്. എനിക്ക് അന്ന് പള്ളിയിലെ ശമ്പളം ഇല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ. കോളേജിലൊരു സ്ഥലം മാറ്റം കിട്ടിയിട്ട് കോളേജിലെ ശമ്പളമില്ല. പരീക്ഷ നടത്താൻ കൊല്ലത്ത് പോയപ്പോൾ എനിക്ക് TA കിട്ടിയ പണം കൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. 7,500 രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലമാണ്. അത് ഇന്ന് 70,000 രൂപയാണ് ഒരു സെൻറ്റിന്. അന്ന് 30 സെൻറ്റിന് 7,500 ആയിട്ടുള്ളൂ. ഇന്ന് ഒരു സെൻറ്റിന് 70,000 രൂപയാണ്. അങ്ങനെ ഇപ്പോൾ 2 ഏക്കർ സ്ഥലം സമ്പാദിക്കാൻ സാധിച്ചു. അന്ന് ഒരു അതിർ സ്ഥാപനമൊന്നും എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ ആ വെളിച്ചത്തിൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. അതിന് സഹായിച്ച ആളാണ് ബഹുമാനപ്പെട്ട VJ ജോസഫ് അച്ഛൻ. ഞാൻ ബത്തേരിയിൽ പോയപ്പോൾ ഈ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരാശയം പറഞ്ഞു. ഞാൻ അതിനനുകൂലിച്ചു, അദ്ദേഹത്തെ അനുവദിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് 6 രോഗികളെ ആരുമില്ലാത്തവരെ കൊണ്ടും താമസിച്ചു തുടങ്ങി 94. ഇപ്പോൾ 18-13 വർഷമായി, 19 വർഷമായി. ഇപ്പോൾ 30 പേരുണ്ട്. ഇന്ന് ഒരു പ്രയാസവുമില്ല. 2 ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ സാധിച്ചു. ആവശ്യത്തിന് റബ്ബർ ഷീറ്റ് കിട്ടുന്നുണ്ട്, നാളികേരം കിട്ടുന്നുണ്ട്, പശുവുണ്ട്, താറാവുണ്ട്, കോഴിയുണ്ട്. താറാവിൻ മുട്ടയും പശുവിൻ പാലും കോഴിമുട്ടയും ഒക്കെ കൊടുത്ത് ഈ രോഗികളെ സംരക്ഷിക്കുന്നു. 4 നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ആര് തന്നെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഒത്തിരി സഹായിക്കും, അച്ഛനും സഹായിക്കുമായിരുന്നു. പിരിവിന് പോകാൻ ഇപ്പം പിരിവിന് പോകേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് കൊണ്ടെത്തുക. കത്തോലിക്കര്, അയൽക്കൂട്ടക്കാർ, മുസ്ലിംസ്, ഹിന്ദുക്കൾ, നമ്മുടെ ഇടവാങ്ങൾ, വ്യക്തികൾ ഒക്കെയും തന്നെ. അതുകൊണ്ട് എൻ്റെ ഒരു ആശയം, ആഗ്രഹം ചന്ദനപ്പള്ളി ഇടവകയോട് ആവശ്യപ്പെടുകയാണ്. ഈ ധൂർത്തിൻ്റെ ഒരു നല്ല പങ്ക് മാറ്റിയിട്ട് ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുവാൻ അല്ലെങ്കിൽ തുടങ്ങുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുമോ? പരിശുദ്ധ ഗീവർഗീസാദയുടെ നാമത്തിൽ മധ്യസ്ഥത അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഇന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇടവകയുടെ ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്ന നിലയിലും അതിന് അനുഭവങ്ങളുടെ വെളിച്ചത്തിലും പ്രകാശധാരിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. സ്ഥിരം ഡിപ്പോസിറ്റ് ഉണ്ട്. ശാന്തി സദന് 17 ലക്ഷം രൂപയാണ് ഡിപ്പോസിറ്റ് ഉള്ളത്. ഈ പ്രവർത്തകർക്ക് ജോയിസ് കുട്ടി സാറിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി തട്ടയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ തുടങ്ങിയതാണ്. തട്ടയിലെ ജോൺ തന്ന ഒരു വീടും ഒരു 30 സെൻറ്റ് സ്ഥലമാണ്. ഇന്ന് 40 ലക്ഷത്തിൻ്റെ പണി കഴിഞ്ഞു 1 വർഷം കൊണ്ട്. ഈ അടുത്ത ജൂണിൽ പെൺകുട്ടികളെ താമസിപ്പിക്കാനാണ്. അങ്ങാടിക്കലെ ബേബി സാറും ഈ 30 സെൻറ്റ് സ്ഥലവും ഒരു വീടും തന്നു. 30 ലക്ഷത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പകൽ വീട് പ്രവർത്തിക്കുന്നു. പ്രയാസമുള്ള രോഗികളോ പ്രായമുള്ളവരോ പകൽ സമയത്ത് വന്ന് താമസിച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടി സന്തോഷിച്ച് ചെയ്യുന്നു. തയ്യൽ മെഷീൻ 100 പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തു. 100 പേരെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെ നടക്കുന്നു ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കുന്നു. അതുകൊണ്ട് ചന്ദനപ്പള്ളി ഇടവക ഈ ഭദ്രാസനത്തെ 1-ാം നിലയിലുള്ള പള്ളി ആയതുകൊണ്ട് ഒരു ചെറിയ സ്കൂളെങ്കിലും തുടങ്ങേണ്ടതായിരുന്നു. പോട്ടെ, ഇനിയും വേണ്ട. ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾക്ക് ആഹ്വാനം തരികയാണ്. നിങ്ങളെ അതിന് ദൈവം ശക്തീകരിക്കട്ടെ. പരിശുദ്ധ ഗീവർഗീസാദയുടെ മധ്യസ്ഥത കോട്ടയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവാർഡ് ലഭിക്കുന്നവർക്ക് എല്ലാ ആശംസകളും ലഭിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ.